സ്വപ്നങ്ങളെ ചങ്ങലക്കിട്ട ഇരുട്ടറയിലേക്ക് സ്നേഹത്തിൻ്റെ ഇത്തിരിവട്ടവുമായി വന്നതായിരുന്നു അവൾ. എൻ്റെ മാലാഖ. വാഗപ്പൂക്കൾ പരവതാനി വിരിച്ച ഈ വഴിത്താരയിലൂടെ കൈവിരലുകൾ കോർത്ത് അവളുടെ കൂടെ നടന്നിരുന്ന ആ നാളുകളാണ് എൻ്റെ ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം. ഒടുവിലൊരു യാത്രാമൊഴി പോലും പറയാതെ അവൾ എന്നെ വിട്ടകന്നപ്പോൾ നഷ്ടമായത് സ്വപ്നങ്ങൾ മാത്രമല്ലായിരുന്നു. മനസ്സിലെ ഭ്രാന്ത അക്ഷരങ്ങളിലൂടെ പകർത്താനുള്ള കഴിവും കൈമോശം വന്നു. എന്നിലെ എഴുത്തുകാരൻ മരിച്ചു. ഗീതാഞ്ജലി അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ആദ്യമായിട്ടിപ്പോ എഴുതാറില്ലേ അച്ഛ? ഗീതാഞ്ജലിയുടെ ചോദ്യം കേട്ട് മോഹനൻ തിരിഞ്ഞിരുന്നു. മുകൾ നിലയിലെ കിച്ചണിലായിരുന്നു രണ്ടാളും. താഴെ മുബീനയും കാശിയും കളിക്കുന്നതിന്റെ ബഹളം കേൾക്കാം. കുറെ നാളായി വിട്ടു നിൽക്കുക, ഇപ്പൊ വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. മോഹനൻ കറിക്ക് ഉപ്പ് നോക്കി, പിന്നെ കൊള്ളാമെന്ന മട്ടിൽ തലയാട്ടി. അവന്റെ അമ്മ മരിച്ചോടെ എല്ലാത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു. എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും തോറ്റുപോയി. അയാൾ കറിച്ചട്ടി ഇറക്കി വെച്ചു. പിന്നെ കൈ കഴുകി അവളുടെ മുമ്പിലിരുന്നു. അവനാ പെങ്കൊച്ചിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. എഴുതാൻ എന്നെക്കാൾ രാധികയെക്കാൾ അവനെ പ്രോത്സാഹിപ്പിച്ച ആ കുട്ടിയാ. പ്രായത്തിന്റെ വെറും ചാബല്യം മാത്രമല്ലായിരുന്നു അവന് പ്രണയം. അത് നഷ്ടപ്പെട്ടതോടെ അവനാകെ മാറി. അതിനു പുറകെ അമ്മയുടെ മരണവും. അയാളും വിശ്വസിച്ചു. ഒരു ദിവസം ഉച്ചക്ക് ഊണഴിച്ച് മയങ്ങാൻ കിടന്ന രാധിക. വൈകിട്ട് ചായയും കൊണ്ട് ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. എഴുന്നേറ്റില്ല, ആകെ തണുത്തിരുന്നു. അയാളുടെ ശബ്ദം താഴ്ന്നു. ഞാനും ആദ്യം മാറി മാറി വിളിച്ചിട്ടും എഴുന്നേൽക്കാതായപ്പോൾ മനസ്സിലായി അവൾ പോയെന്ന്. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അതാ ആദ്യം അവളെ കൊണ്ടുപോണേ ദൈവമേന്ന്. കാരണം ഞാൻ ആദ്യം മരിച്ച ഇവര് രണ്ടും വീണ്ടും തനിച്ചാവും. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഗീതാഞ്ജലി അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കൂടെ ഉണ്ടായിരുന്നിടത്തോളം കാലം അവള് സന്തോഷവതിയായിരുന്നു മോളെ. എനിക്കത് മതി. പക്ഷേ സ്നേഹിച്ച് കൊതി തീർന്നില്ല. സാരമല്ല, ദൈവം അടുത്ത ജന്മത്തിലും അവളെ എനിക്ക് തരുമായിരിക്കും. അല്ല, എനിക്ക് തന്നെ തരും. അയാളുടെ കണ്ണുനീർത്തുള്ളികൾ ഗീതാഞ്ജലിയുടെ പുറംകൈയിലേക്ക് ഇറ്റി വീണു. അന്ന് ഉച്ചയ്ക്ക് കിടക്കും മുമ്പേ എന്നെ നടത്തേക്ക് വിളിച്ചു. കുറച്ചേരം അരികിൽ കിടക്കാൻ പറഞ്ഞു. പതിവില്ലാത്തതാ. ഞാൻ കിടന്നപ്പോൾ അവളെൻ്റെ നെഞ്ചിലിങ്ങനെ തലവെച്ചു. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു അന്നേരം എനിക്ക്. മോഹനേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ വേറെ ഏതോ ലോകത്തെത്തി. പിന്നെ എന്തൊക്കെയോ സംസാരിച്ച ശേഷം ഉറങ്ങിയതാ. ഞാൻ കിടത്തി പുതപ്പിച്ച് പറമ്പിലേക്ക് പോയി. ഒരു പശുവിനെ വാങ്ങിയിരുന്നേ. അതിനെ മേച്ച് അടുക്കളയിലെ പണിയൊക്കെ തീർത്തു കഴിഞ്ഞ് വിളക്ക് വെക്കാൻ നേരം ഞാൻ ചെന്ന് വിളിച്ചപ്പോഴേക്കും അവള് പോയി. അയാൾ പൊട്ടിക്കരഞ്ഞു. ഗീതാഞ്ജലി ആ മനുഷ്യനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു പുരുഷൻ ആകസ്മികമായി തനിക്കിട്ടിയ പ്രണയിനിയെ കൈവെള്ളയിലെന്ന പോലെ കൊണ്ടു നടന്നു. ഒടുക്കം അവളുടെ വിയോഗം തീർത്ത ശൂന്യതയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ കാലങ്ങൾക്ക് ഇപ്പുറവും ഉരുകുന്നു. അയാൾക്ക് പെണ്ണിന്റെ ശരീരത്തിനോടല്ലായിരുന്നു പ്രണയം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരിഷ്ടം. അതിപ്പോഴും അയാളിലുണ്ട്. അതെ, അയാൾ ഇന്നും പ്രണയിക്കുകയാണ്. രാധികയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. പക്ഷേ ആ രൂപം അയാളുടെ ഹൃദയത്തിൽ ശ്രീകോവിലെ ദേവീ വിഗ്രഹം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ചവിട്ടിയറക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ ആരെങ്കിലും ദൈവം കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ ജീവിതം എത്ര സുന്ദരമായേനെ. കുറച്ചു കഴിഞ്ഞപ്പോൾ മോഹനൻ കണ്ണോടിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ ഓരോന്ന് പറഞ്ഞ് മോളെ വിഷമിപ്പിച്ചു അല്ലേ? മോൾ ക്ഷമിക്ക്. അതെന്താ അച്ഛനെ, ഞാൻ പുറത്തുള്ള ആളാണോ? അയ്യോ, അതുകൊണ്ടല്ല. മോൾക്ക് അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവില്ലേ? അതിൻ്റെ കൂടെ ഞാനും പ്രശ്നങ്ങളുണ്ടായിരുന്നു പണ്ട്. ഒരു നല്ല ഭാര്യയാവാൻ പറ്റാത്തുള്ള പ്രശ്നം, നല്ല മരുമകളല്ലാത്തുള്ള പ്രശ്നം. ഇപ്പം അതൊന്നുമില്ല. അവൾ ചിരിച്ചു. എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുക. പണ്ട് കിടപ്പറയിൽ താൻ പ്രതീക്ഷിച്ച സംതൃപ്തി കിട്ടാതാകുമ്പോൾ എൻ്റെ ഭർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില തെറികളുണ്ട്. കേൾക്കുമ്പോൾ തൊലിയിരിഞ്ഞു പോകും. അന്നും അയാളോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ തെറ്റാണല്ലോ. ഞാൻ മനസ്സിൽ കണ്ട പ്രണയവും ദാമ്പത്യവും അതല്ലായിരുന്നു. ചിലപ്പോൾ ഒരുപാട് വായിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും. റിയൽ ലൈഫ് അങ്ങനെയല്ല എന്നതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റിയില്ല. അതിനെനിക്ക് വേറെ കാമുകനുണ്ടെന്ന് വരെ എനിക്ക് കേൾക്കേണ്ടി വന്നു. സ്നേഹത്തോടെ ഒരൊറ്റ തവണ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ഒരു തവണയെങ്കിലും എൻ്റെ അടുത്തിരുന്ന് പറയാനുള്ളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞാനെന്ന വ്യക്തിയെ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ബന്ധം പിരിയേണ്ടി വരില്ലായിരുന്നു.
ആ വീട്ടിലെ മരുമക്കള് വീട്ടുജോലിക്കാരും ഭർത്താവിൻ്റെ കാൽക്കീഴിൽ കഴിയേണ്ടവരാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒരഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത എങ്ങനെ ജീവിക്കും? മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചേരാത്ത വസ്ത്രം ധരിപ്പിച്ച് ഭാര്യയെ കൊണ്ടുപോയി അവരെല്ലാം യുവർ വൈഫ് ഈസ് സോ സെക്സി എന്ന് പറയുന്നതായിട്ട് അഭിമാനം കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ പുരോഗമനം എനിക്കുണ്ടായിരുന്നില്ല. മാന്യമായി പിരിഞ്ഞു. അതോടെ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തനിച്ച് മോനെയും കൊണ്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത്. പത്രയിടാൻ വരുന്നവൻ, ഗ്യാസ് കൊണ്ടുവരുന്നവൻ, എൻ്റെ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വരുന്നവരിൽ ചിലർ, അങ്ങനെ ഒരുപാട് പേർക്ക് അറിയേണ്ടത് ഭർത്താവില്ലാതെ കഴിയുന്നതിൻ്റെ ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങൾ എങ്ങനെ സാധിക്കുന്നു എന്നാണ്. പലരും നേരിട്ടതിനുള്ള സഹായങ്ങൾ വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൾ മഹേന്ദ്രനെ നോക്കി. ഈ ശരീരത്തെ മാത്രം സ്നേഹിക്കാൻ അവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു അച്ഛാ? രണ്ട് മനസ്സുകൾ തമ്മിലൊരു അടുപ്പം വേണ്ടേ? അതിനുശേഷമല്ലേ മറ്റുള്ളത്? മൃഗങ്ങളെപ്പോലെ ഇളം ചേരാന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് അടുത്തേക്ക് വരുമ്പോൾ സ്വയം പുച്ഛം തോന്നില്ലേ? എല്ലാവരും അങ്ങനെയല്ലേ മോളെ. മനുഷ്യർ പല സ്വഭാവക്കാരല്ലേ. ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണൊരു അവസരമാണെന്ന് കരുതുന്ന തിണ്ടികളെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. നീയായിരിക്കുക, അതേ വഴിയുള്ളൂ. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ട് തന്നെയാണല്ലോ നീ ഇവിടം വരെ എത്തിയത്. ഈ ധൈര്യം നീ കളയരുത്. ഇല്ല, തളർന്നു നിന്നിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ മുമ്പിൽ മാത്രമാണ്, ഒരിക്കലും കിട്ടാത്ത സ്നേഹത്തിൻ്റെ. ഏതോ ഓർമ്മയിൽ അവൾ ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. വാ കഴിക്കാം. മാങ്ങിയിട്ട മീൻകറി റെഡി. ചോറ് തികയോന്നറിയില്ല. ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുബീനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് താഴേന്ന് കഴിക്കാം. അച്ഛൻ്റെ പിശുക്കനായ മോനോടെ. പിശുക്കനോ? അതെ, സംസാരിക്കാൻ പിശുക്കാട്ടുന്ന അയാളെ. കാര്യം വാടക വൈകിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമുണ്ടോ? കാശിയോടൊക്കെ സംസാരിക്കാൻ അങ്ങേർക്ക് 100 നാവാണല്ലോ. എന്നെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കും. എന്തേ, ഞാനങ്ങനെ പ്രേമിക്കുന്നു മേടിച്ചിട്ടാണോ? ഏയ്, അതുകൊണ്ടൊന്നും ആയിരിക്കില്ല. അവൻ പണ്ടേ അങ്ങനെയാ, ആരോടും അധികം സംസാരിക്കില്ല. പിന്നെ അവൻ്റെ ജനനത്തെക്കുറിച്ചുള്ളെല്ലാം നീ അറിഞ്ഞുള്ള വിഷമം കൊണ്ടാവും. ഇവിടെ ആർക്കും ഒന്നും അറിയില്ലെന്ന ആശ്വാസം ഇല്ലാതായില്ലേ? ചെയ്യാത്ത തെറ്റിന് ശിക്ഷ സ്വയം സ്വീകരിക്കുന്നവരെക്കാൾ മണ്ടന്മാർ വേറെയില്ല. അറിയാം, പക്ഷെ അത് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് ഞാൻ തോറ്റു. അതുകൊട്ടെ, അവൻ എഴുതിയിരുന്ന കാര്യം മോൾക്ക് എങ്ങനെ അറിയാം? ഫ്ലാഷ് ബാക്കാ. ഞാൻ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് അമ്മായിയുടെ വീട്ടിൽ വിരുന്നു പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാസികയിൽ വായിച്ച ചെറുകഥ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ആകസ്മികമായിട്ട് ആദിശേഷൻ എന്ന എഴുത്തുകാരൻ്റെ കഥകൾ കൺമുമ്പിൽ പെട്ടു. അതിന് അഡിക്റ്റായ പോലെ തോന്നി. ഇയാൾ വല്ല പുസ്തകം എഴുതിയിട്ടുണ്ടെന്നറിയാൻ വേണ്ടി ഞാൻ കയറി ഇറങ്ങാത്ത ബുക്ക് സ്റ്റാളുകളില്ല. നിരാശയായിരുന്നു ഫലം. TDCക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഫ്രണ്ട് നിഖിലിൻ്റെ കോളേജിൽ ഒരു ഫംഗ്ഷന് പോയപ്പോഴാണ് അവിടെ ഈ ആദിശേഷൻ്റെ വരികൾ ചുവരെഴുതിൻ്റെ രൂപത്തിൽ കണ്ടത്. പക്ഷേ അത് എഴുതിയ ആൾ ആർക്കും അറിയില്ല. പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കുന്നൊരു ഊഹം മാത്രം. അവളും നിർത്തി. പിന്നെ ജീവിതമൊക്കെ മാറി മറിഞ്ഞ് ആദിശേഷൻ്റെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും തിരഞ്ഞെങ്കിലും കണ്ടില്ല. ഒടുവിലെല്ലാം വിസ്മൃതിയിലേക്ക് ഒഴുക്കി വിട്ടു. ആ, പഴയ സാഹിത്യകാരി ഉണർന്നല്ലോ. മോനൻ കളിയാക്കി. നിനക്കിപ്പോൾ വായനൊന്നുമില്ലേ? ഏയ്, അതിന് സമയം കിട്ടണ്ടേ? അച്ഛൻ്റെ മോനെ എഴുതി തീരട്ടെ, എന്നിട്ട് വായിക്കണം എന്നൊരാഗ്രഹം. മുബീനെ താഴേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ താഴേക്ക് വയ്ക്കോ, ഞാൻ ഇവിടേക്കും തൂത്തുടച്ചിട്ട് വരാം. ഏയ് വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം. വാടകക്കാരൻ താമസിക്കുന്ന നീ എന്തിനാ മോളെ വൃത്തിയാക്കുന്നേ? അച്ഛനൊരു വാടകക്കാരനായിട്ടാണ് ഞാൻ കാണുന്നേ? അതല്ല. എന്നാൽ നല്ല കുട്ടിയുടെ താഴേക്ക് ചെന്നേ. ഗീതാഞ്ജലി അയാൾ ഉന്തിത്തള്ളി പുറത്താക്കി. പിന്നെ ചൂലെടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ആദിത്യന്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ അനുഭവപ്പെട്ടു. പണ്ട് അവൻ എഴുതിയ കഥയിലെ രംഗങ്ങളും കഥാപാത്രങ്ങളും എല്ലാം മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിലേക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള പ്രണയം. അത് കിട്ടാൻ താൻ ഒരുപാട് കൊതിച്ചിരുന്നു. ഭാഗ്യമുണ്ടായില്ല. അന്ന് കാണാൻ കാത്തിരുന്ന എഴുത്തുകാരനിതാ തന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ടും തിരിച്ചറിഞ്ഞില്ല. അവനോട് കാരണമില്ലാത്ത വെറുപ്പും പുച്ഛവുമായിരുന്നു. അവനോട് മാത്രമല്ല, പുരുഷന്മാരോട് മുഴുവൻ ഏറെക്കുറെ അങ്ങനെ തന്നെ. തെറ്റായിപ്പോയി. നിസ്വാർത്ഥരായ ആണുങ്ങളുണ്ടെന്ന് ഇന്ന് മനസ്സിലാവുന്നുണ്ട്. തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയത് ചുരുക്കം ചില ഞരമ്പ് രോഗികൾ മാത്രമാണ്. അവരെ വെച്ചിട്ട് എല്ലാവരെയും അളന്ന് തന്റെ വീട്ടിത്തം. അവൾ മുറി വൃത്തിയാക്കി തുടങ്ങി. പൊടി പോകാൻ വേണ്ടി ജനൽ തുറന്നു. അവിടെ അപ്പുറത്തെ പറമ്പിലൊരു ചെറിയ വാഗമരം നിൽക്കുന്നുണ്ട്. പണ്ട് നീലിന്റെ കോളേജിൽ പോയ ദിവസം അവൾക്ക് ഓർമ്മ വന്നു. കലാപരിപാടികൾ നടക്കുന്ന സ്ഥലത്തെ ബഹളത്തിൽ നിന്നും ഒരാശ്വാസത്തിന് വേണ്ടി വെറുതെ മാറുന്നതായിരുന്നു അവളും മുബീനയും. ആദിശേഷൻ പഠിച്ചത് ആ കോളേജിലാണെന്ന് തിരിച്ചറിവ് നൽകിയ സന്തോഷം, അതോടൊപ്പം അവനെക്കുറിച്ച് കൂടുതലൊന്നും കണ്ടെത്താൻ പറ്റാത്തയുള്ള സങ്കടം, രണ്ടും ചേർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗീതാഞ്ജലി. ചേടാ, നിനക്കിത് എന്തിന്റെ സൂക്കേടാ ഗീതു? ഏതൊരുത്തിന്റെ പുറകെ പോയി അവസാനം വല്ല കുഴിയിലും ചെന്ന് ചാടും. മുബീന ശാസിച്ചു. അങ്ങേര് പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് വിട്ടേര്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയെ പ്രണയിച്ചൂടെ മുബി? ഞാൻ അയാളെ അല്ല, അയാളുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നു.
അത്രയും നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചയാളും നല്ലവൻ തന്നെ ആയിരിക്കും. കോപ്പാണ്. എൻ്റെ നാട്ടിലൊരു സോമേട്ടനുണ്ട്. ആർക്കും മനസ്സിലാവാത്ത കുറേ കവിതകൾ എഴുതും. വീടിൻ്റെ ടെറസിൽ നിന്ന് വഴിയെ പോകുന്ന പെണ്ണുങ്ങളാരെയും പോകുമ്പോൾ തുണി അഴിച്ച് കാണിക്കലായിരുന്നു അയാളുടെ ഹോബി. ഒടുക്ക അവിടുത്തെ ചേട്ടന്മാർ പഞ്ഞി കിട്ടും. എല്ലാവരും അയാളെ പോലെയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർ നടന്ന് കോളേജ് ലൈബ്രറിയുടെ പുറകിലെത്തി. അവിടെ ഒരു വാഗമരം പൂത്തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുമരിലേക്ക് പടർന്നു കയറിയ മുല്ലവള്ളികളും. ചുമരിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു കോണിലെ മങ്ങിയ അക്ഷരങ്ങളിൽ ഗീതാഞ്ജലിയുടെ കണ്ണുകൾ ഉടക്കി. സ്വപ്നങ്ങളെ ചങ്ങലക്കിട്ട ഇരുട്ടറയിലേക്ക് സ്നേഹത്തിന്റെ ഇത്തിരിവട്ടവുമായി വന്നതായിരുന്നു അവൾ, എന്റെ മാലാഖ. വാഗപ്പൂക്കൾ പരവതാനി വിരിച്ച ഈ വഴിത്താരയിലൂടെ കൈവിരലുകൾ കോർത്ത് അവളുടെ കൂടെ നടന്നിരുന്ന ആ നാളുകളാണ് എന്റെ ജീവിതത്തിലെ മനോഹരമായ കാലഘട്ടം. ഒടുവിലൊരു യാത്രാമൊഴി പോലും പറയാതെ അവൾ എന്നെ വിട്ടകന്നപ്പോൾ നഷ്ടമായത് സ്വപ്നങ്ങൾ മാത്രമല്ലായിരുന്നു. മനസ്സിലെ ഭ്രാന്ത അക്ഷരങ്ങളിലൂടെ പകർത്താനുള്ള കഴിവും കൈമോശം വന്നു. എന്നിലെ എഴുത്തുകാരൻ മരിച്ചു. അത് കണ്ടപ്പോൾ ഗീതാഞ്ജലിയുടെ ഹൃദയം വിങ്ങി. ഇങ്ങനെ വേദനിച്ചെരിയാൻ മാത്രം ആരെയാണ് ആദ്യം നീ പ്രണയിച്ചത്? അവൾ എന്തിനാണ് വിട്ടുപോയത്? പെട്ടെന്നുണ്ടായ തോന്നലിൽ അവൾ ബാഗിൽ നിന്നൊരു മാർക്കർ എടുത്ത് അതിനിടയിൽ കുറിച്ചു തുടങ്ങി. നിന്റെ എഴുത്തിനോട് എനിക്ക് ഭ്രാന്തമായ ആവേശമായിരുന്നു. ഭാവനയുടെ മായാലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയ പ്രണയം ഇത്രമേൽ മനോഹരമാണെന്ന് എന്നെ പഠിപ്പിച്ച നിന്നോടുള്ള ആരാധന. ഓരോ കഥയിലെയും നായകന്മാർക്ക് നിന്റെ മുഖമായിരുന്നു ഞാൻ വരച്ചു ചേർത്ത്. നായികക്ക് എൻ്റെയും. അതെ, നമ്മളായിരുന്നു അത്. പക്ഷേ നീ എന്നെ കണ്ടില്ല, എൻ്റെ ഉള്ളറിഞ്ഞില്ല, നിന്നോടുള്ള പ്രണയം മനസ്സിലാക്കിയില്ല. എങ്കിലും അത് ഈ വാഗമനം പോലെ തന്നെ നിലനിൽക്കും. ഇനിയും എഴുതണം. ആ അക്ഷരങ്ങളിലൂടെയെങ്കിലും ഞാൻ എൻ്റെ പ്രണയം സഫലീകരിക്കട്ടെ. ആദിശേഷന്റെ സ്വന്തം ഗീതാഞ്ജലി. എനിക്ക് വട്ടാണോടി, അയാളിത് കാണുന്നില്ല. മുബീന ദേഷ്യപ്പെട്ടു. സാരല്ല, എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാ. ഗീതാഞ്ജലി പുഞ്ചിരിച്ചു. കറണ്ട് അടിപ്പിച്ചാൽ ഇത് മാറും. മുബീന പിറുപിറുത്തുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഗീതാഞ്ജലി ആ അക്ഷരങ്ങളിൽ തന്നെ നോട്ടമുറപ്പിച്ചു. എവിടെയാണ് ആദി നീ? ഈ വാഗമനത്തിൽ കൂടുകൂട്ടിയ കിളികൾ നിന്റെ പ്രണയത്തിനും വിരഹത്തിനും സാക്ഷിയായിരുന്നിരിക്കാം. അവരിന്ന് നിന്നെ കാണാം. അത്രമേൽ കൊതിക്കുന്ന എന്നെ സഹതാപത്തോടെ നോക്കുന്ന നീ അറിയുന്നുണ്ടോ? എന്താ ഇവിടെ? ആ ചോദ്യം കേട്ട് ഗീതാഞ്ജലി ഞെട്ടി ചുറ്റും നോക്കി. ഇത് കോളേജല്ല, ആദിത്യന്റെ മുറിയാണ്. അവനതാ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. ആൾക്ക് ശരീരം വിറച്ചു. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഞാനിവിടെ വൃത്തിയാക്കാൻ. ആൾ പരിങ്ങി. അത് ഞങ്ങൾ ചെയ്യില്ലേ? അവന്റെ ശബ്ദം തീരെ മയമുണ്ടായിരുന്നില്ല. അതോടെ ഗീതാഞ്ജലി തന്റെ വീര്യം വീണ്ടെടുത്തു. അയ്യോ, ഞാൻ ഇയാൾക്ക് വേണ്ടി ചെയ്യുന്നല്ല, ആ പാവ അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് കരുതിയാ. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ അതൊക്കെ ചെയ്തിരുന്നേ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. വരാന്തയിൽ നിറയെ മാറാനെയും നിരത്തി ചെയ്തിരിക്കുന്ന സിഗരറ്റ് കുറ്റികളും. നിങ്ങളൊരു അധ്യാപകൻ തന്നെയാണോ? ഞാൻ സ്കൂളിലാണ് അധ്യാപകൻ, ഇവിടെയല്ല. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ? അല്ല, ഈ മാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താ? എന്ത് മാറ്റം? എന്നെ കണ്ടാൽ തന്റെ മുഖത്ത് സാധാരണ ഒരു പുച്ഛായിരുന്നല്ലോ, ഇപ്പൊ അതില്ല. എന്നോട് മിണ്ടുന്നതിൽ മോനെ വഴക്ക് പറയുന്നില്ല. അച്ഛനോടാണ് ഈ മുടിഞ്ഞ സ്നേഹം. ഞാനൊരു റേപ്പ് വിക്ടിമിന്റെ മകനാണെന്ന സാധാപാണോ? കഷ്ടം. ഗീതാഞ്ജലി പരിഹാസഭാവത്തിൽ ചിരിച്ചു. എനിക്ക് ഇയാളോട് പ്രത്യേകിച്ച് സ്നേഹവും സഹതാപവും ഒരു മണ്ണാങ്കട്ടിയില്ല. എൻ്റെ മോൻ ഇയാൾ വലിയ കാര്യമാണ്, അതുകൊണ്ട് അവനെ വിലക്കുന്നില്ല. പിന്നെ അച്ഛൻ, കുട്ടിക്കാലത്ത് അച്ഛൻ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അച്ഛൻ്റെ പ്രായമുള്ള എല്ലാവരോടും ഞാൻ ആ സ്നേഹവും ബഹുമാനം കാണിക്കും, അത്രയേ ഉള്ളൂ. ആരെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അങ്കിൾ എന്നൊരു വിളി കേട്ടു. ദാ വരുന്നു കാശി. അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടന്നു. ഗീതാഞ്ജലി നേരത്തെ ചിരിയോടെ വൃത്തിയാകൽ തുടർന്നു. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന കടലാസുകൾ അടുക്കി വെക്കവേ ഒരു കൗതുകത്തിന് അവൾ അതിലൂടെ കണ്ണോടിച്ചു. ശരിക്കും അവൻ എൻ്റെ ആരാണ്? ജീവിതത്തിൻ്റെ പാതിയോളം പിന്നിട്ട എന്നിൽ എന്ത് മായാചാരമാണ് ആ 10 വയസ്സുകാരൻ കാണിച്ചത്? രക്തബന്ധമില്ല, മറ്റൊരു തരത്തിലും അവകാശമില്ല. പക്ഷേ ആ കുട്ടിയെ ഒരു ദിവസം പോലും കാണാതെയോ മിണ്ടാതെയോ തള്ളി നീക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അവൻ്റെയും എൻ്റെയും കഥകൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഒരർത്ഥത്തിൽ ഞാൻ തന്നെയാണ് അവൻ. ഗീതാഞ്ജലി ഞെട്ടി. ഇത് കാശിയെക്കുറിച്ചല്ലേ? ആൾ വായന തുടർന്നു. അച്ഛനില്ലാതെ അമ്മയുടെ കൂടെ കഴിയുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള കഥ. അമ്മയുടെ സഹപാഠിയായ അങ്കിൾ അവനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ അതിലുണ്ട്. അച്ഛനും അമ്മയും പിരിയാനുള്ള കാരണം എന്താണെന്ന് ആ 10 വയസ്സുകാരനോട് അവിടെയുള്ളവർ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. അവന് മറുപടി പറയാൻ അറിയില്ലായിരുന്നു. ഇത്രയും കാലം കല്യാണം കഴിക്കാൻ തോന്നി പോലെ അഴിഞ്ഞാടി ജീവിച്ചൾക്ക് ഇപ്പൊ ഒരു തന്നെ മേൽവിലാസം വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇവനെ പിടിച്ച്. എന്റെ മോനാണെങ്കിൽ അവിടെ പിന്നാലെ മണപ്പിച്ച് നടക്കുക. എന്ത് ചെയ്യാനാ, തലയിലെഴുത്ത്. കല്യാണം കഴിക്കുമ്പോൾ ഒരു കൊച്ചു ഫ്രീ കിട്ടുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ആ സ്ത്രീയുടെ വാക്കുകൾ അവന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറി. തന്റെ അമ്മയെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞൊഴുകി.
ചുണ്ട് കടിച്ചു പിടിച്ച് അവൻ കരയാതെ നിന്നു. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ ബാത്റൂമിൽ കയറി ആരും കേൾക്കാതെ പൊട്ടിക്കരഞ്ഞു. അച്ഛനില്ലാത്തവനെന്ന കളിയാക്കലുകൾക്ക് അവന് തളർത്താൻ കഴിഞ്ഞിരുന്നില്ല. അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആരാണ് അച്ഛനെന്നവൻ ഒരിക്കൽ പോലും ചോദിച്ചിട്ടുമില്ല. പക്ഷെ അമ്മ ചീത്തയാണെന്ന് വേറൊരാൾ പറഞ്ഞ് സഹിക്കാനുള്ള ശക്തി അവന്റെ കുഞ്ഞു മനസ്സിനില്ലായിരുന്നു. പിന്നീട് അമ്മ ആ സുഹൃത്തിനോട് മിണ്ടുന്ന പോലും അവന് ഇഷ്ടമില്ലാതായി. കാരണം ആരോടും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് അവനെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന അങ്കിളിനോട് മാത്രം. ഗീതാഞ്ജലിക്ക് ശ്വാസം നിലച്ച പോലെ തോന്നി. ഈശ്വര, ഇതിൽ പറഞ്ഞിരിക്കുന്ന സുഹൃത്ത് നിഖിലാണല്ലോ. അവന് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും കാശി പറഞ്ഞിട്ടില്ല. 2 തവണ നിഖിലിന്റെ വീട്ടിൽ പോയ ശേഷമാണ് ഈ മാറ്റം. അതിന്റെ കാരണം ഇതായിരുന്നു. ഇന്നലെ നിഖിലിന്റെ കല്യാണത്തിന് പോകാൻ പലതവണ നിർബന്ധിച്ചിട്ട് അവൻ വന്നില്ല. അമ്മയും പോവേണ്ടെന്ന് അവൻ വാശി പിടിച്ചു. അതിൻ്റെയൊക്കെ പിറകിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. നിഖിലൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആ കഥയിലുണ്ട്. പൂർണ്ണമായി വായിക്കാനുള്ള ധൈര്യമില്ലാതെ ആ പേപ്പറുകൾ അടുക്കി വെച്ചു. പ്രസവിച്ചു വളർത്തിയ തന്നേക്കാൾ കൂടുതൽ കാശിയെ മറ്റൊരാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തനിക്കതിന് കഴിഞ്ഞില്ല. അന്നൊരിക്കൽ ആദിത്യം പറഞ്ഞ് ശരിയാണ്. രാവിലെയും പിന്നെ അവധി ദിവസങ്ങളിലൂടെയും മാത്രമാണ് താൻ അവൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത്. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നു. പക്ഷെ ആ ഉള്ളു കാണാൻ പറ്റാത്ത താൻ ഒരു അമ്മയാണോ? നല്ലൊരു ഭാര്യയാവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നല്ലൊരു അമ്മയാവാനും പറ്റാത്ത താൻ തോറ്റുപോയി. പൊട്ടിപ്പുറപ്പെട്ട കരച്ചിലിനെ ശാസിച്ച് അടക്കി നിർത്തി അവൾ പെട്ടെന്ന് പണികൾ തീർത്ത് അടുക്കളയിൽ നിന്ന് മീൻ കറി എടുത്ത് പുറത്തിറങ്ങി. സ്റ്റെയർ കേസിന്റെ താഴത്തെ സ്റ്റെപ്പിലിരുന്ന് ആദിത്യൻ കാശിയുടെ ട്രൗസറിന്റെ ബട്ടൺസ് ഇടുകയാണ്. അവന്റെ അടുത്ത് സൂചിയും നൂലുമുണ്ട്. നിനക്ക് വേറെ നിക്കറൊന്നുമില്ലടാ, ഇത് തന്നെ ഇടുന്നതിനാ വാശി. തൽക്കാലത്തേക്ക് തുന്നി വെച്ചെന്നേ ഉള്ളൂ, മിക്കവാറും ഉടനെ വീണ്ടും പൊട്ടും. ഇതിട്ട നല്ല സുഖാങ്കിളെ, ബാക്കിയൊക്കെ നല്ല മുറുക്കാ. ഒവ്വ, പാവാട പോലെയുണ്ട്. നല്ല പാമ്പകത്തേക്ക് കയറി നിന്റെ സുനാപ്പി കടിച്ചുകൊണ്ട് പോയേ. ആദിത്യൻ അവന്റെ മുടി ചീവി ഒതുക്കി. അങ്കിൽ ക്രിക്കറ്റ് കളിക്കാം. വൈകിട്ട് കളിക്കാം, ഇവിടെ അല്ല, നമുക്ക് ഗ്രൗണ്ടിൽ പോവാം. ഞാൻ വരുന്നില്ല, എന്നെ എല്ലാവരും കളിയാക്കും. ഞാൻ കൂടെ ഉള്ളപ്പോഴോ? നല്ല കാര്യമായി. ആദിത്യൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കിയെടുത്തു. കളിയാക്കുന്നവരെ പേടിച്ച് പണ്ട് ഞാനും ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മൾ മാറുന്തോറും അത് കൂടുതൽ ശക്തിയോടെ പിറകെ വരും. നെഞ്ചു വിരിച്ചു നിന്ന് നേരിടണം. മോഹനൻ വിളിച്ചപ്പോൾ കാശി അകത്തേക്ക് ഓടി. ഗീതാഞ്ജലി പതിയെ താഴേക്ക് ഇറങ്ങി. ആളെ കണ്ടതും ആദിത്യൻ ഒരു വശത്തേക്ക് ഒതുങ്ങിക്കൊടുത്തു. വാ കഴിക്കാം. വേണ്ട, ഞാനിവിടുന്ന് കഴിച്ചോളാം. ഇയാൾക്ക് സ്ഥിരമായിട്ട് വെച്ച് വിളമ്പി തരാനൊന്നുമല്ല. നാളെ മുബീനെ തിരിച്ചു പോകും. അതുകൊണ്ട് മുകളിൽ അച്ഛനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ആളകത്തേക്ക് കയറി. ഒഴിഞ്ഞു മാറാൻ വേറെ വഴികളൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ ആദിത്യനും പുറകെ ചെന്നു. മോഹനും കാശിയും ഡൈനിങ് റൂമിൽ ഇരിക്കുന്നുണ്ട്. മുബീൻ അവർക്ക് ഭക്ഷണം വിളമ്പുന്നു. ആദിത്യനെ കണ്ടതും അവൾ കണ്ണുകൾ കൊണ്ട് ഇരിക്കുന്ന ആക്കി കാണിച്ചു. അവൻ കാശിയുടെ അടുത്തായി ഇരുന്നു. എടി വിളമ്പി കൊടുക്ക്. മുബീനെ കുസൃതി ചിരിയോടെ ഗീതാഞ്ജലിയോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൾ കണ്ണുരുട്ടി. പിന്നെ പതിയെ അവന്റെ മുന്നിലേക്ക് ചോറും കറികളും നിരത്തി. അവൻ ആരെയും കൗനിക്കാതെ കഴിക്കുകയാണ്. ഇടയ്ക്ക് മീൻ മുള്ളു മാറ്റി കാശിയുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്ന കണ്ടപ്പോൾ ഗീതാഞ്ജലിക്ക് വല്ലാത്ത സങ്കടം അനുഭവപ്പെട്ടു. പലരും ഉപദേശിച്ച പോലെ താൻ എല്ലാം സഹിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കാശിക്ക് അച്ഛന്റെ സ്നേഹം കിട്ടുമായിരുന്നില്ലേ? അവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമല്ലേ താൻ കാരണം നിഷേധിക്കപ്പെട്ടത്? നിങ്ങളും ഇരിക്കുള്ളേരെ. അവളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച മോഹനൻ പറഞ്ഞു. വേണ്ടച്ചാ, പിന്നെ കഴിച്ചോളാം. അത് ശരിയാവില്ല, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്ന്. ഇരിക്ക്. അതോടെ മുബീനെ ഗീതാഞ്ജലി ഇരുന്നു. കഴിച്ചുകൊണ്ടിരിക്കവേ ഗീതാഞ്ജലിയുടെ മിഴിനീർത്തുള്ളിൽ ചോറിൽ പതിക്കുന്ന മുബീനെ കണ്ടു. ഗീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭക്ഷണത്തിന് ശേഷം മോഹനും ആദിത്യനും കാശി മുകളിലേക്ക് പോയപ്പോൾ മുബീന അവളെ പിടിച്ചിർത്തി. എന്താടി, ഇനി എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടി? ഈ ഏകാന്തവാസം അവസാനിപ്പിക്കണ്ടേ? ഞാനതിന് തനിച്ചില്ലല്ലോ, കാശി കൂടെ ഇല്ലേ? അതാണ് പ്രശ്നം. മുബീന അവളെ ബെഡിൽ പിടിച്ചിരുത്തി. കാശിയോ ആദ്യമായിട്ട് നമ്മളെ സ്നേഹം നീ ശ്രദ്ധിച്ചോ? ഞാനിവിടെ വന്നിട്ട് 10 ദിവസത്തോളായി. അവന് ആദ്യമായിട്ട് കാണാതിരിക്കാൻ പറ്റുന്നില്ല. സ്കൂൾ വിട്ട് വന്ന ആദ്യം കൊടുത്ത മുകളിലേക്കാണ്. ആദ്യമായിട്ടാണെങ്കിൽ അവൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ആശകൾ അറിഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുന്നു. ശരിക്കും അച്ഛനും മോനും എങ്ങനെയാണോ അതുപോലെ തന്നെ. അറിയാം മുബി, പക്ഷെ എത്ര നാൾ? ഗീതാഞ്ജലി മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി. എടി, അവരിവിടെ വാടക താമസിക്കുന്നവരാ. നാളെ ഇവിടുന്ന് പോയാ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വേറെ കല്യാണം കഴിച്ച അതിൽ കുട്ടികളുണ്ടായാ ഈ സ്നേഹം നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? അത് കാശി എത്രത്തോളം ബാധിക്കുന്ന ചിന്തിച്ചോ? ഗീതാഞ്ജലി ഞെട്ടി. ശരിയാണ്, താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടേയില്ല. നീ ഒരു മായാലോകത്തിലാണ് ഗീതു. ഇപ്പം മാത്രമല്ല, പണ്ടും. ആദ്യേട്ടൻ്റെ കഥകളിലെ പ്രണയവും ജീവിതമൊക്കെ ആയിരുന്നു നിന്നെ സംബന്ധിച്ച് റിയാലിറ്റി. പക്ഷെ അത് നിന്റെ കുറ്റമല്ല. ചെറുപ്പം തൊട്ട് സ്നേഹവും പരിഗണനയൊന്നും കിട്ടാതെ വളർന്നുകൊണ്ടാ. ഇനിയെങ്കിലും നീ കുറച്ച് സീരിയസ് ആവും. ഞാനെന്താ വേണ്ട മുബി? നിനക്ക് ആദ്യേട്ടനെ ഇന്നും ഇഷ്ടമാണോ? ഗീതാഞ്ജലി കുറച്ചേരം അവൾ ഉറ്റുനോക്കി, പിന്നെ ചിരിച്ചു. ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി, പക്ഷെ അത് ശരിയാവില്ല. നീ പറഞ്ഞ പോലെ ആദ്യേട്ടൻ്റെ കഥകളെ ഞാൻ പ്രണയിച്ച് താല്പര്യമില്ലാതെ എല്ലാവരും ചേർന്ന് ഒരുത്തിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി ഇട്ടിച്ചോടെ ആ പ്രണയവും മരിച്ചു. അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യനെ മോഹിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്?
മൂപ്പര് കാശിയോട് കാണിക്കുന്ന സ്നേഹത്തിന് കാരണം കാശി അനുഭവിക്കുന്ന അവഗണനയും കളിയാക്കലുകളും പണ്ട് ഒരുപാട് അനുഭവിച്ചുകൊണ്ടാണ്. അല്ലാതെ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നാടകമൊന്നുമല്ല. ഞാനിപ്പോൾ ഒന്നിനു വേണ്ടിയും കൊതിക്കുന്നില്ല. കടങ്ങളൊക്കെ തീർക്കണം, കാശിയെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം, പിന്നെ അവനൊരു കുടുംബം ഉണ്ടാകുന്ന കാണണം. അത്രയ്ക്കേ ഉള്ളൂ മനസ്സിൽ. ആദ്യമായിട്ട് നല്ലൊരു പെണ്ണ് ഇട്ടട്ടെ. എന്തെങ്കിലും അച്ഛനും മോനും ഇവിടുന്ന് പോയാൽ ഞാൻ കാശിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആ നിറമിഴികൾ കണ്ടതോടെ മുബീന സംസാരം അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ മുബീന തിരിച്ചുപോയി. അതോടെ ഗീതാഞ്ജലി തന്റെ പതിവ് തുറന്നു. രാത്രി അവൾ തിരിച്ചെത്തുന്നവരെ കാശി മുകൾ നിലയിൽ തന്നെയായിരിക്കും. ആദിത്യന് അവന് ഹോംവർക്കുകൾ ചെയ്യാൻ സഹായിക്കും, ട്യൂഷൻ എടുക്കും, മോഹനൻ അവന് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കും. സ്വന്തമല്ലെന്ന് ഉറപ്പുള്ളവരെ സ്നേഹിക്കുന്നതിൽ ഒരു സുഖമുണ്ടെന്ന് ഗീതാഞ്ജലി മനസ്സിലാക്കുകയായിരുന്നു. എടാ, ഒരു 500 രൂപ കുറവുണ്ടല്ലോ. ഷോപ്പിലെ കണക്കുകൾ പരിശോധിക്കവേ ഗീതാഞ്ജലി നിസാമിനോട് ചോദിച്ചു. ഓ അതോ, ആ ഓർഫനേജിൽ നിന്ന് പിരിവിന് വന്നിരുന്നു, അവർക്ക് കൊടുത്താ? 500? നിന്റെ അളിയെന്നെ ചവിട്ടി പുറത്താക്കും. അതെന്താണെങ്കിൽ എഴുതി വെച്ച്. അനാഥരായ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയല്ലേ, കൂലി പടച്ചോ തന്നോളൂ. കമ്പില് സാരി ഇട്ടിയാൽ പോലും പുറകെ പോകുന്ന ഒരുത്തനാണെങ്കിലും നിനക്ക് നല്ല ഗുണങ്ങളും ഉണ്ടല്ലേടാ. ഗീതാഞ്ജലി അവന്റെ ക്യാബ് ശരിക്കും വെച്ചു കൊടുത്തു. നമുക്കേ 50-50 ആക്കാം. പടച്ചോന്റെ കൂലി എനിക്ക് കൂടി കിട്ടട്ടെ. കടയുടെ മുന്നിൽ ആദിത്യന്റെ ബൈക്ക് വന്ന് നിൽക്കുന്നവൾ കണ്ടു. നിസാമി ഒന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. ചേച്ചിക്ക് ഓൾറെഡി പടച്ചോ തന്ന കൂലി എത്തിയല്ലോ. നിസാം കുസൃതിയോടെ അവളെ നോക്കി. ചക്കാത്തേ വെറുതെ അപവാദം പറയല്ലേ. ആൾ പുറത്തിറങ്ങി. എന്തിനാ കാണണമെന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ഊരിക്കൊണ്ട് ആദിത്യം ചോദിച്ചു. ഇന്നെന്താ പ്രോഗ്രാം? ഒന്നുമില്ല, വീട്ടിലേക്ക് പോവാ. അപ്പോഴാണ് നാം വിളിച്ചത്. അപ്പൊ ആഘോഷമൊന്നുമില്ലേ? ആഘോഷോ? അതെ, ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ. അവന്റെ മൗനം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് പോലുമില്ലെന്ന് ഗീതാഞ്ജലിക്ക് മനസ്സിലായി. ഞാൻ ഗണിച്ചറിഞ്ഞൊന്നുമില്ല. രാവിലെ അച്ഛൻ്റെ കൂടെ ഞാൻ ബാങ്കിൽ പോയിരുന്നു. അപ്പോൾ വെറുതെ ID കാർഡ് ചെക്ക് ചെയ്തപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടത്. നിങ്ങളെന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്ന കരുതി ഞാൻ അച്ഛനോടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു പതിവില്ല, ആദിത്യം പറഞ്ഞു. അമ്മയുടെ എന്നെയും പിറന്നാൾ കൊണ്ട് ആഘോഷിച്ചിട്ടുണ്ട്, പക്ഷെ അച്ഛൻ്റെ ഇല്ല. ആൾ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എനിക്ക് ചോദിക്കാനുള്ള അധികാരമൊന്നുമില്ല, എന്നാലും ചോദിക്കാം. ആ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? അദ്ദേഹമല്ല, ഞാൻ. എൻ്റെ ജീവിതം തന്നെ വലിയൊരു തെറ്റിൽ നിന്നാണ്. ആ കുറ്റബോധം മരണം വരെ എന്നെ വേട്ടയാടും. ആദിത്യന്റെ ശബ്ദത്തിൽ വേദന അലർന്നു. അനുവാദമില്ലാതെ ഒരു പെണ്ണിന്റെ ശരീരം കീഴടക്കിയതിന്റെ ഫലമായി ജനിച്ചുരുത്താൻ ഞാൻ ജനിക്കണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അമ്മയുടെ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് ഒറ്റ കാരണം കൊണ്ടാ അബോർഷൻ നടക്കാഞ്ഞ്. അവിടെയും ദൈവം എന്നെ തോൽപ്പിച്ചു. ഗീതുവിനറിയോ, കുറച്ച് വലുതായ ശേഷം എനിക്ക് അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ പോലും മടിയായിരുന്നു. എന്നെ കാണുമ്പോൾ പണ്ടൊരുത്തൻ കടിച്ചു കീറിയതിൻ്റെ ഓർമ്മകൾ ആ പാവത്തെ വേട്ടയാടുവെന്ന പേടി. അവന് ഹെൽമെറ്റ് ബൈക്കിൻ്റെ ആനിൽ കൊളുത്തി താഴെ ഇറങ്ങി. ഈ ഹൃദയത്തിൽ കുപ്പിച്ചിൽ കൊണ്ട് കോറി വരയ്ക്കുന്ന വേദന എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജനനത്തെക്കുറിച്ച് മുഖത്ത് നോക്കി പലരും കളിയാക്കുമ്പോഴൊക്കെ ഹൃദയരക്തം വാർന്നൊഴുകുന്ന അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പ് തോന്നിയിരുന്നു ഗീതു. പണ്ട് നാട്ടിലെ ചായക്കടയിലൊരുത്തം പറഞ്ഞ് ഇന്ന് എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ചത്തെങ്കിലെന്താ, രാധികയെ പോലെ ഒരുത്തിയ നല്ലോണം അനുഭവിച്ചിട്ടല്ലേ ബാബു പോയതെന്ന്, അവൻ്റെ ഒരു യോഗമെന്ന്. ഗീതാഞ്ജലി സ്തംഭിച്ച് നിൽക്കുകയാണ്. അന്ന് അയാളെ തല്ലാനുള്ള പ്രായം എനിക്കില്ലായിരുന്നു. എൻ്റെ അമ്മയെ വാക്കുകളാൽ പലരും മാനഭംഗപ്പെടുന്ന കേട്ടിരിക്കേണ്ടി വന്ന ഗതികേടെന്ന് ഊഹിച്ചു നോക്ക്. ഇരയെ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന പിശാചുക്കൾ. അപ്പോഴാ ഒരാൾ എന്നെ അമ്മയെ ഏറ്റെടുക്കുന്നത്. യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അമ്മ മരിച്ച ശേഷം എന്നെ പഠിപ്പിച്ചു, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തന്നു. ആ മനുഷ്യൻ എൻ്റെ എല്ലാമാണ്. പക്ഷേ അച്ഛ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ കഴിയുന്നില്ല ഗീതു. അവൻ തലവിനിച്ചു. അങ്ങനെ വിളിക്കാൻ ആഗ്രഹമൊക്കെയുണ്ട്. എന്നെ സൃഷ്ടിച്ചൊരു കാമഭ്രാന്തനാണ്. ആ നിത്യയുടെ സ്ഥാനത്തുള്ളവനെ നശിപ്പിച്ചവൻ. ആ പേര് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന വ്യക്തിയെ വിളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരോട് അതാണ് എൻ്റെ അച്ഛനെന്ന് പറയും. പക്ഷേ നേരിൽ വിളിക്കാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അദ്ദേഹം അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യേട്ടാ, കാശി നിങ്ങളുടെ ആരാ? അത് പറ. രക്തബന്ധമൊന്നുമില്ല, എങ്കിലും സ്വന്തം കുഞ്ഞിനോടെന്ന പോലെയുള്ള സ്നേഹം വാത്സല്യം അല്ലേ? അവൻ തലയാട്ടി. നിങ്ങൾ കാശി കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 100 ഇരട്ടി അച്ഛൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ജന്മം കൊടുത്തുകൊണ്ട് ആരും അച്ഛനാവില്ല, കർമ്മം കൊണ്ടാ. അദ്ദേഹത്തിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അച്ഛന് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്തിനു കൊള്ളാം? നാളെ അച്ഛൻ മരിച്ചു പോയ ശേഷം 1000 തവണ അച്ഛാന്ന് വിളിച്ചിട്ടും കാര്യമില്ലല്ലോ. ആദിത്യൻ പകപ്പോടെ അവളെ നോക്കി. അച്ഛൻ ഇത്രയും കാലം മിച്ചം പിടിച്ച പൈസ മുഴുവൻ നിങ്ങളുടെ പേരിൽ നിന്ന് ബാങ്കിലിട്ടു. ഞാൻ ചോദിച്ചപ്പോൾ അവന് നാളെ എന്തെങ്കിലും ആവശ്യം വന്ന വേറെ ആരുള്ള മോളെ എന്നാ പറഞ്ഞ്. ആ പാവത്തിന് നിങ്ങൾ ഇന്നും ആ പഴയ 10 വയസ്സുകാരൻ തന്നെയാണ്. ഉപദേശിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല ആദ്യേട്ടാ. പക്ഷേ നഷ്ടപ്പെട്ടവർക്ക് ആ വേദന അറിയും. ഞാൻ പോട്ടെ, ഷോപ്പിൽ തിരക്കുടങ്ങി. അവൻ ശരിയെന്നർത്ഥത്തിൽ തലകുലുക്കി. അവൻ ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് റോഡിലൂടെ പാഞ്ഞു പോകുന്നു. ഷോപ്പിനകത്തുനിന്നും ഗീതാഞ്ജലി കണ്ടു.
അപ്പൂപ്പന്റെ വീട്ടിൽ കുറെ പശുക്കളുണ്ടായിരുന്നോ? കാശി ചോദിച്ചു. മോഹനൻ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വാട്ടിയത് സ്പൂൺ കൊണ്ട് കോരി അവന്റെ വായിൽ വെച്ച് കൊടുത്തു. 2 എണ്ണം, പിന്നെ 2 ആടും ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും വിറ്റു. എനിക്കും ആട്ടിൻകുട്ടി ഒത്തിരി ഇഷ്ടം, പക്ഷെ വളർത്താനാകുമ്പോ സമ്മതിക്കില്ല. ഇവിടെ അതിനുള്ള സ്ഥലമല്ലോ മോനെ. അപ്പൂപ്പന്റെ നാട് ഇങ്ങനെയൊന്നുമല്ല, കുറേ പറമ്പൊക്കെ ഉണ്ട്. ഇതുങ്ങൾക്ക് പുല്ലും പ്ലാവിലും എല്ലാം ഒരുപാട് കിട്ടും. ഇവിടെ അതൊന്നും കിട്ടില്ലല്ലോ. അവിടെ വേറെന്തൊക്കെയുണ്ട്? അമ്പലം, അതിനടുത്ത് വലിയൊരു മരം. വൈകുന്നേരം ആകുമ്പോഴേ കിളികളൊക്കെ ആ മരത്തിലെ കൂടുകളിലേക്ക് തിരിച്ചെത്തുന്ന ബഹളം കേൾക്കാൻ നല്ല രസ. പിന്നെ പുഴ, ഇടയ്ക്ക് ഞാൻ മീൻ പിടിക്കാൻ പോകും. അങ്ങ് മലയും കുന്നും എല്ലാം ഉണ്ട്. എനിക്കും കൊതിയാവുന്ന അപ്പൂപ്പ. അതിനെന്താ, നമുക്ക് ഒരു ദിവസം പോവാം. ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ട് അപ്പൂപ്പിനെന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇവിടെ ഒന്നുമില്ല. എപ്പോ നോക്കുമ്പോഴും വണ്ടികളുടെ ബഹളം. അതോ കാശിക്കുട്ടന്റെ അമ്മയ്ക്ക് മോനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അമ്മയ്ക്ക് സങ്കടം വരും. ആ, അതുപോലെ തന്നെയാ. എന്റെ മോനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇവിടേക്ക് വന്നു. പ്ലേറ്റിൽ അവശേഷിച്ച് മുഴുവൻ അവനെ കൊണ്ട് കഴിപ്പിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് മോഹനൻ വാതിൽക്കൽ നിൽക്കുന്ന ആദിത്യനെ കണ്ടത്. ആ, നീ വന്നോ? നിനക്ക് ചായ എടുക്കട്ടെടാ? വേണ്ട. അയാൾ കിച്ചണിലേക്ക് നടന്നു. ആദിത്യം പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് കാശിക്ക് നൽകി. ഞാനിപ്പോ വരാട്ടോ. കുട്ടിയോട് അത്രയും പറഞ്ഞ് അവനും അടുക്കളയിലേക്ക് ചെന്നു. മോഹനൻ പാത്രം കഴുകിയാണ്. അച്ഛാ, അവൻ വിളിക്കുന്ന കേട്ടപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. കയ്യിലെ ഗ്ലാസ് നിലത്തി വീണ് ചിതറി. ആദിത്യനെ അയാൾ അതിൽ ചവിട്ടാതിരിക്കാൻ കൈപ്പിടിച്ചൊരു വശത്തേക്ക് മാറ്റി. പിന്നെ പുറകിൽ ഒളിപ്പിച്ച സമ്മാനപ്പൊതി അയാൾക്ക് നേരെ നീട്ടി. പിറന്നാളാശംസകൾ. അവൻ പുഞ്ചിരിച്ചു. മോഹൻ ഇത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാതെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സ് അച്ഛനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആരും തന്നെ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എൻ്റെ തെറ്റുകൾ പൊറുക്കണം. ഈ പ്രായമായിട്ട് ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റാതെ ഞാൻ കുഴങ്ങിയായിരുന്നു. അല്ലാതെ അച്ഛനോട് സ്നേഹമില്ലായിട്ടല്ല അച്ഛ. ഞാൻ അമ്പലത്തിൽ പോവാത്തതിൻ്റെ കാരണം തന്നെ ആ ദൈവം അച്ഛൻ്റെ രൂപത്തിൽ എൻ്റെ കൂടെ ഉള്ളോണ്ടാ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണമിടറി. ഞാൻ സ്വയം മാറാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛ. കൂടെ നിന്നാ മതി. എനിക്ക് വേറെ ആരുമില്ല. ആരും. എനിക്ക് എൻ്റെ അച്ഛന് അത്രയ്ക്ക് ഇഷ്ട അച്ഛ. മോഹനൻ അവന് മാറോട് ചേർത്തു. എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ലാതെ. എന്നെ ഇഷ്ടമില്ലായിട്ടല്ല നീ അച്ഛന്ന് വിളിക്കാത്തതെന്നൊക്കെ പണ്ടേ അറിയാം. എന്നാലും അങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ ഞാനെന്നും കൊതിച്ചിട്ടുണ്ട്. എനിക്കും നീയല്ലാതെ വേറെ ആരാടാ ഉള്ളത്? രാധുവിൻ്റെ ഓർമ്മകളുള്ള വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് നീ ഇവിടെ തനിച്ചാണെന്ന് അവിടെ എന്നെ സ്വപ്നത്തിൽ ഓർമ്മിപ്പിച്ചിട്ടാ. ഒരപേക്ഷയേ ഉള്ളൂ, കഴിഞ്ഞതെല്ലാം മറക്കണം. നിന്റെ അമ്മയുടെ പേര് രാധിക, അച്ഛനീ മോഹനൻ. ഞങ്ങൾ ആശിച്ച് കിട്ടിയതാണ് നിന്നെ. ഞാൻ ഈ നിമിഷം വരെ നിന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ആ ഒരു നിമിഷം ആദിത്യന് അയാളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. മോഹനൻ അടിമുടി കോരിത്തരിച്ചു പോയി. ഒരു നിമിഷം അയാൾക്ക് മരിച്ചു പോയാലും പ്രശ്നമില്ലെന്ന് തോന്നി. പണ്ടവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉമ്മ വയ്ക്കാറുണ്ട്, തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഇപ്പൊ ഇതാ ആ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനൊന്ന് കാശിയും കൊണ്ട് പുറത്തു പോയിട്ട് വരാം. ആദിത്യൻ ചിരിയോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. താഴെ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടതോടെ മോഹനൻ സമ്മാനപ്പൊതി തുറന്നു. ഇളറോസ് നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു അതിൽ, പിന്നെ ഒരു വാച്ചും. മുമ്പ് ഓണത്തിനും വിഷുവിനും മറ്റുമെല്ലാം ആദിത്യൻ അയാൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാറുണ്ട്. അയാൾ തിരിച്ചു. പക്ഷെ അച്ഛ എന്ന വിളിയോട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അതും ജന്മദിനത്തിൽ. ഇന്നാണ് താൻ ജനിച്ചതെന്ന് പോലും മോഹനൻ മറന്നിരുന്നു. ഒരിക്കലും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് ആഘോഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. രാധികയെ കൂടെ കൂട്ടിയ ശേഷം അവളുടെയും മോന്റെയും പിറന്നാളിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നു. രാധിക അയാളുടെ ജന്മദിനത്തിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, വഴിപാട് കഴിപ്പിക്കും. അവൾ പോയതോടെ അതും അവസാനിച്ചു. മോഹനൻ നിലത്തേക്കിരുന്ന് അത് നിവർത്തി മൂക്കിനോട് അടുപ്പിച്ചു. പുതുവസ്ത്രത്തിന്റെ മണം ആവോളം ആസ്വദിച്ചു. പിന്നെ ഒരു കരച്ചിലായിരുന്നു, കൊച്ചുകുട്ടിയെ പോലെ. രാധു, നമ്മുടെ മോനും തന്നെ അച്ഛാന്ന് വിളിച്ചടി. അവനത് കെട്ടിപ്പിടിച്ച് കവിളത്തിന് മുമ്പിൽ തന്നു. സന്തോഷായി, ഒരുപാട് സന്തോഷായി. ഇനി നിന്റെ അടുത്തേക്ക് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കരച്ചിലിനിടയിലൂടെ അയാളുടെ വാക്കുകൾ പുറത്തേക്ക് വന്നു. തൻ്റേതല്ലാത്ത കുട്ടിയെ സ്വന്തം എന്ന പോലെ സ്നേഹിച്ച് ഒടുക്കം അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണെന്ന് കേട്ടറിഞ്ഞ ഒരച്ഛൻ്റെ ആനന്ദ കണ്ണീർ.
പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് മോഹനൻ കേക്ക് കട്ട് ചെയ്തപ്പോൾ കാശിയും ഗീതാഞ്ജലിയും കൈയടിച്ചു. അയാൾ ഒരു കഷ്ണം കേക്ക് ആദ്യം നീട്ടിയത് കാശിക്ക് നേരെയാണ്. അവനത് സ്വീകരിച്ചു. പിന്നെ ചെറിയൊരു പീസ് അയാളുടെ വായിലും വെച്ചു കൊടുത്തു. സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അയാൾ ഇടയ്ക്ക് തുടക്കുന്നുണ്ടായിരുന്നു. ഗീതാഞ്ജലിക്കും കേക്ക് കൊടുത്ത ശേഷം അടുത്തത് ആദിത്യന്റെ ഊഴമായിരുന്നു. അവനും അച്ഛന്റെ വായിൽ കേക്ക് പീസ് വെച്ചു കൊടുത്തു. പിന്നെ അയാളെ കെട്ടിപ്പിടിച്ചു. ആ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ കഴിഞ്ഞ തന്റെ ഭാഗ്യമാണെന്ന് ഗീതാഞ്ജലിക്ക് തോന്നി. 4 പേർക്കുള്ള ഭക്ഷണം അവർ ഓർഡർ ചെയ്തിരുന്നു. ഒരുമിച്ചിരുന്ന് അവർ കഴിച്ചു. ഭക്ഷണശേഷം ആദിത്യന്റെ മുറിയിൽ കട്ടിൽ കിടക്കായിരുന്ന മോഹനന്റെ കാലിൽ കുഴമ്പ് തേച്ചു പിടിപ്പിക്കുകയായിരുന്നു അവൾ. ആദിത്യനും കാശിയും വരാന്തിൽ ലുഡോ കളിക്കുകയാണ്. മോളുടെ പിറന്നാളെന്നാ? ജൂലൈ 17. എന്തേ? ആദിയുടെയും ജൂലൈ 17. സത്യം? ആൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേടി, ഇനി 5-6 മാസം ഉണ്ടല്ലോ. നമുക്ക് രണ്ടാളുടെയും ഒരുമിച്ച് ആഘോഷിക്കണം. ഞാൻ ആ ദിവസം ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല. അതെന്തു പറ്റി? അതൊരു പഴയ കഥയാ. ആൾ കൈകൾ കഴുകി തുടച്ച അയാൾക്ക് അടുത്തിരുന്നു. ഇതന്ന് ഒറ്റ നിലയുള്ള ചെറിയൊരു വീടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ഏട്ടനും. എനിക്ക് എല്ലാവരേക്കാളും അച്ഛനായിരുന്നു ഇഷ്ടം. അച്ഛനും എന്നെയും. എൻ്റെ എല്ലാ വാശികളും അച്ഛൻ സാധിപ്പിച്ചിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൂപ്പർക്ക് ആകെയുള്ള ദുശീലം കള്ളുടിയായിരുന്നു. വല്ലപ്പോഴൊന്നുമില്ല, ദിവസം നന്നായി കുടിക്കും. ആർക്കും ഉപദ്രവമൊന്നുമില്ല കേട്ടോ. പക്ഷേ ബിസിനസ് തകർന്ന് പാപ്പരായ ശേഷം രാവിലെ തുടങ്ങുന്ന കൂടി രാത്രി അവസാനിക്കും. മാമന്മാരും അമ്മയൊക്കെ കുറേ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു. മൂപ്പര് കേട്ടില്ല. എൻ്റെ 6ാമത്തെ പിറന്നാൾ ദിവസം രാവിലെ പുറത്തേക്ക് പോയി അച്ഛൻ അടിച്ച് ഫിറ്റായിട്ടാണ് തിരിച്ചു വന്ന്. കയ്യിലൊരു വലിയ പാക്കറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് തന്നു. പിന്നെ ഒരു ഉമ്മയും. അതിനുശേഷം അടുക്കളയിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് മുറി കയറി കഥയടിച്ചു. അപ്പോഴും ഞാൻ അറിഞ്ഞില്ല, അച്ഛൻ്റെ അരിയിൽ മദ്യക്കുപ്പി മാത്രമല്ല, ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കരുതിയിരുന്നു. അവളൊന്ന് വിശ്വസിച്ചു. ഉച്ചയായിട്ടും ഡോർ തുറക്കാതായപ്പോൾ ആരൊക്കെയോ ചവിട്ടി തുറന്നു. അപ്പോഴേക്ക് അച്ഛൻ പോയിരുന്നു. വിഷം കഴിച്ചതാ. ഞാൻ പക്ഷെ ഒന്നും അറിഞ്ഞില്ല. അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പം കളിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞവിടെ ബന്ധുക്കളും നാട്ടുകാരോടെ എത്തി. ഞാനൊരു പൊട്ടി. അവരൊക്കെ വന്ന് എൻ്റെ പിറന്നാളാണെന്ന് കരുതി അച്ഛൻ തന്ന ചോക്ലേറ്റ് പാക്കറ്റ് പൊളിച്ച് അവർക്കിടയിലൂടെ നടന്ന് വിതരണം ചെയ്തു. അച്ഛൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ലഹരി തലക്ക് പിടിച്ച് ഏതോ നശിച്ച നിമിഷത്തിൽ തോന്നിയതാവും. അതുകൊണ്ട് നഷ്ടമുണ്ടായത് എനിക്ക് മാത്രം. വീട്ടിലെ പറഞ്ഞ വല്യമ്മാവനെ ഏറ്റെടുത്തു. എന്നെ ഏട്ടനെയും പഠിപ്പിച്ചൊക്കെ അങ്ങേരാ. സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടോ. അമ്മയുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം നൈസായിട്ട് വാങ്ങിയെടുത്തു. ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ് ഇവിടെ എത്തിയതോടെ ബന്ധുക്കളെല്ലാവരും ശത്രുക്കളായി. അമ്മയും ഏട്ടനും പോലും. ഓരോ പിറന്നാളിനും ഞാൻ അച്ഛനെ ഓർക്കും. എന്തിനാ തനിച്ചാകിയെന്ന് ചോദിക്കും. മോഹനൻ അവളെ തന്നെ മടിയിലേക്ക് ചായച്ച് കിടത്തി. തനിച്ച് ജീവിക്കുന്ന വലിയ ആവേശത്തോടെ തീരുമാനിച്ചിറങ്ങി തിരിച്ചാണ്. അതത്ര എളുപ്പമെല്ലാം തിരിച്ചറിഞ്ഞ കുറേ നാളുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിഹാസം, കുത്തുവാക്കുകൾ, അശ്ലീല ചുവയോടെയുള്ള സംസാരം, അതിൻ്റെയൊക്കെ കൂടെ ഒരു അസുഖം വന്ന് കാശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുമ്പോൾ സമാധാനിപ്പിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. അപ്പോഴൊക്കെ അച്ഛനെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും വേണ്ട, ഈ വീടിൻ്റെ ഉമ്മറത്തൊരു കസേരയിൽ അച്ഛനുണ്ടായാൽ മതി. ഞാൻ തളരാതെ പൊരുതുമായിരുന്നു. തൻ്റെ ശരീരം പൊള്ളുന്ന് കണ്ണുനീര് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ മോഹനൻ അവളുടെ മുടിയിൽ തലോടി. പുറമേ ധൈര്യം കാണിക്കാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിലൊരു കൊച്ചു പെൺകുട്ടി വിതുമ്പി കരയുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് വേണം അച്ഛനോട് ചോദിക്കാൻ, എന്തിനാ എന്നെ തനിച്ചാക്കി പോയതെന്ന്. ഇത്രയും നാളായിട്ട് ഞാൻ ജീവനോടെ ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ കൂടി മെനക്കിടാത്ത അമ്മയും ഏട്ടനോ ബാക്കിയുള്ള രക്തബന്ധം. എന്നെ ഒഴിവാക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാൾ ഉപേക്ഷിച്ചു പോ. എൻ്റെ കാര്യം പോട്ടെ, അമ്മ സ്വന്തം മോളല്ലേ ഞാൻ. എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ. സാരല്ല, പോട്ടെ. മോഹനൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മോൾ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട. ഞാനൊരാഗ്രഹം പറഞ്ഞ അച്ഛനെ കളിയാക്കരുത്. മോള് പറഞ്ഞു. കുറച്ചു നേരം ഞാൻ അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ഒന്ന് ഉറങ്ങിക്കോട്ടെ. എനിക്കതിനുള്ള ഭാഗ്യം കിട്ടാത്തോണ്ട. മോഹനൻ കുനിഞ്ഞ് അവളുടെ ശിരസിൽ ഉമ്മ വെച്ചു. ഇതിൽ കളിയാക്കാൻ എന്താ മോളെയുള്ളത്? മോൾ ഉറങ്ങിക്കോ. അവൾ ചുരുണ്ടുകൂടി. അയാൾ അവളുടെ ദേഹത്ത് പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ആദിത്യൻ മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ അച്ഛൻ്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന ഗീതാഞ്ജലിയാണ് കണ്ടത്. മോഹനൻ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. അവൻ തലവിളിക്കി. പിന്നെ വാതിൽ ചാരി. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു മോഹനൻ. മാതാപിതാക്കളെ നേരത്തെ തന്നെ നഷ്ടമായി. പിന്നീട് രാധികയോടുള്ള നിശബ്ദ പ്രണയം. അവൾക്ക് സംഭവിച്ചതോർത്തുരുകിയ 10 വർഷങ്ങൾ. ഒടുക്കം അവളെയും കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം നാട്ടിൽ. മരണം വരെ താൻ സ്നേഹിച്ച പെണ്ണിനൊരു കുറവ് വരാതെ നോക്കി. അതിനുശേഷം അവളുടെ മകനെയും. ഇന്നിതാ വേറെ ആർക്കോ ജനിച്ച ഒരു പെൺകുട്ടി തന്റെ മടിയിൽ ഉറങ്ങുന്നു. എത്ര വിചിത്രം! സ്വന്തമായി തനിക്ക് ദൈവം ആരെയും തരാത്തത് ഇതുപോലെ ആരുമില്ലാത്തവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. ഉറക്കത്തിൽ ഗീതാഞ്ജലി ഒന്ന് ഞെരങ്ങി. ഇല്ല, ഒന്നുമില്ല.
മോൾ ഉറങ്ങിക്കോ. അയാൾ മന്ത്രിച്ചു. അയാൾ അവിടെ കണ്ടതൊരു യുവതിയായിരുന്നില്ല. കുട്ടിയുടുപ്പിട്ട് ഓടിച്ചാടി നടന്ന് ഒടുക്കം തളർന്നപ്പോൾ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. നാളുകൾ പിന്നെയും കടന്നുപോയി. ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു. ഒരു വീടിന്റെ മുകളിലും താഴെയുമാണ് താമസമെങ്കിലും 4 ഹൃദയങ്ങൾ ഒന്നായതുപോലെ. മരിച്ചുപോയ അച്ഛന്റെ സ്നേഹം മോഹനൻ ഗീതാഞ്ജലിക്ക് ആവോളം നൽകി. കാശിയും സന്തോഷവാനായിരുന്നു. അമ്മയും അവനും മാത്രമുള്ള ലോകത്തിൽ ഇന്ന് ആദ്യങ്ങൾ അപ്പൂപ്പനുമുണ്ട്. കാശിക്ക് പുതിയ അച്ഛനെ കിട്ടിയല്ലോ എന്ന് ഒരിക്കൽ കളിക്കാൻ പോയെടുത്ത് വെച്ച് കുട്ടികൾ കളിയാക്കിയപ്പോൾ അവൻ പതറിയില്ല, കരഞ്ഞില്ല, പകരം ചിരിച്ചു. പരിഹസിക്കുന്നവരുടെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ ചിരിക്കുന്നതിൽ വലിയ പ്രതികാരമില്ലെന്ന് അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യം അവന്റെ എല്ലാമാണ്. അച്ഛനും ഏട്ടനും സുഹൃത്തും ഗുരുനാഥനുമെല്ലാം. അമ്മയോട് ചോദിക്കാൻ മടിയുള്ള പല കാര്യങ്ങളും അവൻ ആദ്യയോട് ചോദിക്കും. കൃത്യമായ ഉത്തരവും കിട്ടും. ഇടയ്ക്ക് രണ്ടാളും വഴക്കൂടി പിണങ്ങാറുണ്ട്. ഒരു ഐസ്ക്രീമിലോ ചോക്ലേറ്റിലോ ആ പിണക്കം തീർക്കാൻ ആദ്യക്കറിയാം. ആദ്യം തന്റെ ഭൂതകാലത്തെ പറ്റി ഓർത്ത് വേദനിക്കുന്നത് നിർത്തി. ഇന്ന് അവൻ അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ ഒരു ചോദ്യം ബാക്കിയായി. ഗീതാഞ്ജലി, അവൾ തന്റെ ആരാണ്? എന്തിനാ കണ്ണുകളെ നേരിടാൻ താൻ ഭയക്കുന്നു? കാശിയോട് ഇടപഴകുന്ന പോലെ അവളോട് സംസാരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഇന്ന് അവൾക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അവളും അതുപോലെ തന്നെ. മോഹനന്റെ അടുത്ത് തമാശകളും കളിച്ചിരികളുമായി ഒരു ബാലികയായി പെരുമാറും. പക്ഷെ ആദിയുടെ നിഴൽ കണ്ടാൽ അവൾ നിശബ്ദയാവും. എന്നാൽ അവനില്ലാത്തപ്പോൾ അവന് മുറി വൃത്തിയാക്കുന്നതിലും ഡ്രസ്സുകൾ കഴുകിയിടുന്നതിലും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച ആദ്യത്തിന്റെ ഡ്രസ്സുകൾ കബോർഡിൽ അടുക്കി വെക്കുകയായിരുന്നു അവൾ. ആദ്യ കാശിയും കൊണ്ട് സ്കൂളിലെ സഹപ്രവർത്തകയുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അവരുടെ കൂടെ നിനക്കും പോവായിരുന്നില്ലേ മോളെ? വാതിലിൽ കയ്യും കെട്ടിന്ന് മോഹനൻ ചോദിച്ചു. വിളിക്കാത്ത കല്യാണത്തിനോ? അയ്യേ. അതിനെന്താ, അവനെ വിളിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ 3 പോയ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഇനി അതിന്റെ കുറവേണു. അലി തന്നെ മുകളിലത്തെ നിലയിൽ ആണുങ്ങളെ താമസിപ്പിക്കാൻ കുറ്റം പറച്ചില്ല. എന്ത്, ഞങ്ങൾ ഇവിടുന്ന് മാറണോ? അതിന് മറുപടിയായി അവൾ അയാളെ നോക്കി കൊഞ്ഞനും കുത്തി. പിന്നെ തന്റെ ജോലി തുടർന്നു. മരണം, വിവാഹം രണ്ടിനും പോകാൻ എനിക്ക് മടിയാ. ആരെങ്കിലും മരിച്ചെന്നറിഞ്ഞാൽ അച്ഛനെ ഓർമ്മ വരിക. അതുപോലെ വിവാഹത്തിന് പോയാൽ താലികെട്ട് കാണാൻ നിൽക്കില്ല. അത് കണ്ടാൽ പണ്ടൊരിക്കൽ താലികെട്ടാൻ തലകുനിച്ചെന്ന് കൊടുത്തും അതിനുശേഷം ജീവിതത്തിൽ നടന്നെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും. ഞാനായിട്ടെന്തിനാ എൻ്റെ സ്വസ്ഥത കളയുന്നേ? ചേടാ എൻ്റെ കൊച്ചേ, അതൊക്കെ എന്നോ നടന്നല്ലേ. നീ ആദിയുടെ മറ്റൊരു പതിപ്പാണല്ലോ. നിന്റെ അച്ഛൻ മരിച്ച ഇന്നലെയല്ല. അതുപോലെ കല്യാണം. നിന്റെ പഴയ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച അതിൽ 2 കുട്ടികളായിട്ട് അവൻ കുടുംബസമേതം താജ്മഹലിന്റെ മുമ്പിൽ നിന്നെടുത്ത ഫോട്ടോ നീ കുറച്ചു ദിവസം മുമ്പ് കാണിച്ചു തന്നല്ലോ. അതായത് അവരൊക്കെ ഹാപ്പിയാ. നീ മാത്രം ഇതിനാ കഴിഞ്ഞതോർത്ത് സങ്കടപ്പെടുന്നേ? ഏയ്, സങ്കടമൊന്നുമില്ല. ആ, ചെറിയൊരു വിഷമം അല്ലേ? അവിടുന്ന് അവൾ ചുണ്ടൂർപ്പിച്ചു. ഞാൻ ആ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊന്ന് പോയിട്ട് വരാം. കുഴമ്പ് തീർന്നു. ഒറ്റയ്ക്ക് പോകണ്ട അച്ഛാ, ഞാനും വരാം. ഏയ് വേണ്ട, നടക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാ. അയാൾ പോയ ശേഷം ഗീതാഞ്ജലി മേശവലിപ്പ് ആകാംക്ഷയോടെ തുറന്നു. അടുക്കി വെച്ച കടലാസുകൾ. തന്റെ കഥയാണ് അവൻ എഴുതുന്നതെന്നറിയാം. ഇടയ്ക്ക് ഈ മുറിയിലേക്ക് വരുന്നത് വായിക്കാൻ കൂടിയാണ്. തന്നെ അമ്മയും സംരക്ഷിച്ച വ്യക്തിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ആഹ്ലാദവുമെല്ലാം നല്ല രീതിയിൽ അതിൽ വിവരിച്ചിട്ടുണ്ട്. അവൾ ഏറ്റവും മുകളിലുണ്ടായിരുന്ന കടലാസ് എടുത്തു. ഓരോ അക്ഷരങ്ങളിലും തന്നെ തിരയുന്ന പെൺകുട്ടി. അവൾക്ക് തന്റെ കഥകളോട് ഭ്രാന്തമായ അഭിനിവേശമായിരുന്നു. താൻ പഠിച്ച കോളേജിൽ പ്രണയ നൈരാശ്യം തലക്ക് പിടിച്ച നേരം കുറിച്ചിട്ട വരികൾക്ക് കീഴെ അവൾ ആ ഇഷ്ടം എഴുതി വെച്ചു. പിന്നെയും ഒരുപാട് നാളുകൾക്ക് ശേഷം ആകസ്മികമായി ഞാൻ അവിടെ പോയി. അപ്പോഴാണ് അത് കണ്ടത്. ഏറ്റവും അടിയിൽ ആദിശേഷന്റെ സ്വന്തം ഗീതാഞ്ജലി എന്ന് അവൾ എഴുതിയത് ആ ചുമരിലല്ല, എൻ്റെ ഹൃദയത്തിലായിരുന്നു. പിന്നീട് അന്വേഷണം ആരംഭിച്ചു. ആരാണ് ഗീതാഞ്ജലി? എവിടെയാണ് അവൾ? ഗീതാഞ്ജലി ഞെട്ടലോടെയാണ് അത് വായിച്ചത്. പുതിയ കഥയിലെ നായികക്കും അവളുടെ മകനും നായകനും വേറെ പേരാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന താൻ വായിക്കാൻ വേണ്ടി മാത്രമാണ്. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ വായന തുടർന്നു. ഒടുവിൽ ഞാൻ അന്വേഷിച്ച പെണ്ണിനെ കണ്ടെത്തി. ജീവിതാനുഭവങ്ങൾ അവളിലെ പ്രണയിനിയെ കൊന്നുകളഞ്ഞിരുന്നു. ഇപ്പോൾ അവളൊരു കരുത്തുറ്റ പെണ്ണാണ്. മകന് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ. എനിക്ക് അവളെ കാണുമ്പോൾ കൈകൂപ്പി തൊഴാൻ തോന്നുന്നു. എന്തൊരു തേജസ്സാണ് ആ മുഖത്തിന്. അവളുടെ സാമീപ്യം ഒരുപാട് കൊതിച്ചു. അതിനുവേണ്ടി അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ മണിയുടെ സഹായത്തോടെ ഈ വീട്ടിൽ താമസമാക്കി. എന്നോട് സംസാരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആദ്യം കരുതിയത് എൻ്റെ കഴിഞ്ഞകാലം അറിഞ്ഞുകൊണ്ടാണെന്നാണ്. എങ്കിലും അവളുടെ ശബ്ദം കേൾക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതിനുവേണ്ടി കാരണങ്ങളുണ്ടാക്കി. മനഃപൂർവ്വം വാടക വൈകിക്കുക, വീട് വൃത്തികേടാക്കി വെക്കുക, അങ്ങനെ ഓരോന്നും. വഴക്ക് പറയാനാണെങ്കിലും എന്നോടൊന്നും മിണ്ടുമല്ലോ. കണ്ണീർ പാളി അക്ഷരങ്ങൾ മറക്കുകയാണ്. ഗീതാഞ്ജലി പെട്ടെന്ന് എന്നെ കണ്ണുടച്ചു. അവൾ കൂട്ടുകാരൻ്റെ ബൈക്കിന് പുറകിൽ ഇരിക്കുന്നത് കാണുമ്പോഴൊക്കെ പുരുഷ സഹജമായ അസൂയ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാൻ മാത്രമുള്ള അടുപ്പം ഞങ്ങൾക്കിടയിലില്ലായിരുന്നു. ഇന്ന് അവൾ എൻ്റെ അച്ഛനെ എന്നേക്കാൾ സ്നേഹിക്കുന്നു.
എൻ്റെ മനസ്സിൽ അവശേഷിച്ച ഭൂതകാലത്തിൻ്റെ മുറിവുകൾ ഉണക്കിയതും അവളും മോനുമാണ്. ആ കടപ്പാട് മരണം വരെ ഉണ്ടാവും. ഞാനറിയാതെ എൻ്റെ മുറിയിൽ വന്ന് ഞാൻ എഴുതിയതൊക്കെ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കള്ളി. ഗീതാഞ്ജലി അറിയാതെ ചിരിച്ചുപോയി. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഗീതാഞ്ജലി, ആ പേരിന് തന്നെ എന്തൊരു മനോഹാരിത. വശമായ ആ ചിരി, നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടിയിടകൾ, മൂക്കുത്തിക്കല്ലിൻ്റെ തിളക്കം, കയ്യിലെ ആ പരമശിവന്റെ ടാറ്റു. ഇതൊക്കെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. അതോടൊപ്പം അർഹതയില്ലാത്തതാണ് ആഗ്രഹിക്കുന്നതെന്നൊരു തോന്നലും. നാളെ അവൾ വേറൊരുത്തിൻ്റെ ഭാര്യയായാൽ, കാശിമോൻ അയാൾ അച്ഛനായി സ്വീകരിച്ചാൽ ഞാനെങ്ങനെ അതിജീവിക്കുമെന്നറിയില്ല. എങ്കിലും ഒരാൾ തകർത്തിട്ട് പോയ എൻ്റെ മനസ്സിനെ കൂട്ടിച്ചേർത്ത് അവളെ ഞാൻ പ്രണയിക്കുന്നു. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചതുപോലെ, ഉപാധികളോ നിബന്ധനകളോ ഇല്ലാത്ത സ്നേഹം. ഒരു കരച്ചിൽ അവിടെ തൊണ്ടക്കുഴിയിൽ മുളപൊട്ടി. പുതിയ കഥ എഴുതുന്നത് ആദിശേഷനല്ല, ആദിത്യനാണ്. ഈ കഥ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു ചോദ്യവും. ഗീതാഞ്ജലി ആദിത്യനെ പ്രണയിക്കുന്നുണ്ടോ? ആൾ ആ കടലാസ് മേശോലിപ്പിലിട്ടു. പിന്നെ മുറിവിട്ടിറങ്ങി താഴേക്ക് ഓടി. നേരെ തന്നെ മുറിയിൽ ചെന്ന് കട്ടിൽ വീണ് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. എന്തിനെന്നറിയാതെ. തൃക്കാർത്തിക നാൾ. വീടിന് ചുറ്റും ദീപം തെളിയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ കാശിയാണ്. മോഹനും ആദ്യം അതിനെ സപ്പോർട്ട് ചെയ്തു. ചെറിയ മൺചിരാതുകൾ ആദ്യം വാങ്ങിക്കൊണ്ട് വന്നു. നിന്റെ അമ്മയുടെ കാശി? കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞെങ്കിൽ അവൻ ചിരാതുകൾ ഓരോന്നായി എടുത്തു വെക്കുകയാണ്. മോഹനും സഹായത്തിനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗീതാഞ്ജലി അവിടേക്ക് വന്നു. ലാവണ്ടർ കളറുള്ള സാരിയാണ് വേഷം. 2 കൈകളിൽ നിറയെ കുപ്പിവളകൾ അണിഞ്ഞിട്ടുണ്ട്. നടക്കുമ്പോൾ പാദസരത്തിന്റെ കിലുക്കം. നിന്റെ അമ്മയുടെയെങ്കിലും പോവാനോടാ? ആദിത്യൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഏയ് അതൊന്നുമല്ല. കാശി അതുപോലെ ശബ്ദം താഴ്ത്തി മറുപടി പറഞ്ഞു. ദീപം തെളിയിക്കുന്ന ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനാ. നേരത്തെ മുബീനാൻ്റെ ഒരു ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങേര് ഹാപ്പിയാണല്ലോ, അതുപോലെ ഞാനും ഹാപ്പിയാണെന്ന് അങ്ങേര് അറിയണമെന്ന്. ഏതങ്ങേര്? അമ്മയുടെ പഴയ ഹസ്ബൻഡ്, എൻ്റെ പഴയ അച്ഛൻ. പഴയ അച്ഛനോ? നീ ആള് കൊള്ളാനോടാ. അമ്മയുടെ മോൻ തന്നെ അല്ല കാശി? നിനക്ക് അച്ഛനെ കാണാൻ തോന്നിയിട്ടില്ലേ? എന്തിനാങ്കിൽ ഇന്നുവരെ എന്നെ കാണാൻ അയാൾക്ക് തോന്നിയിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരാൾ വേണ്ട. എന്നെങ്കിലും മുന്നിൽ വന്നാൽ കല്ലെടുത്ത് എറിയും ഞാൻ. കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നോടാ. ആദ്യത്തിന് അവന്റെ ചെവിയിൽ പിടിച്ച് വേദനിപ്പിക്കാതെ തിരിച്ചു. പൊക്കി പറയുന്നതാണെന്ന് കരുതരുത്. നിന്റെ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്കിൾ അമ്മയെന്ന് ആദ്യമായിട്ടാണ് കാണുന്നേ? അതല്ല, എന്നാലും. അങ്കിളെ, എന്താ ഒരു തട്ടിപ്പ്? ഒന്നുമില്ല, നീ വാ. വിളക്ക് കൊളുത്താം. 4 പേരും ചേർന്ന് വീടിന് ചുറ്റും വിളക്ക് കൊളുത്തി. ആ പ്രഭയിൽ ഗീതാഞ്ജലിയുടെ സൗന്ദര്യം ഇരട്ടിച്ച പോലെ അവന് തോന്നി. അവളുടെ പല പോസിലുള്ള ഫോട്ടോസ് എടുത്തു കൊടുത്തു അവൻ തന്നെ. അതിനുശേഷം എല്ലാവരും മുകളിൽ ഒത്തുകൂടി. ചുറ്റുമുള്ള വീടുകളിലെല്ലാം ദീപം തെളിയിച്ചിട്ടുണ്ട്. അത് നോക്കി ചാരുപടിയിലിരിക്കുകയായിരുന്നു ഗീതാഞ്ജലി. മോഹനൻ തന്റെ മുറിയിൽ കാശിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആദിത്യനരികിൽ വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന്. കുറെ നേരം മൗനം. സാരി നന്നായിട്ടുണ്ട്, അവൻ പറഞ്ഞൊപ്പിച്ചു. താങ്ക്സ്. എവിടുന്ന് വാങ്ങിയതോ? എന്തി സാരി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? നശിപ്പിച്ചു. ഞാൻ പോണു. ഏയ് പോലെ, ഞാൻ ചുമ്മാ പറഞ്ഞ. എടോ, ധൈര്യം സംഭരിച്ച് സംസാരിക്കാൻ വന്നാ ഞാൻ. എന്നോട് സംസാരിക്കുന്നതിന് ആദ്യമായിട്ട് ധൈര്യം. പണ്ടൊക്കെ മുഖത്തടിച്ച പോലെ പറയാറുണ്ടല്ലോ. അന്ന് കള്ളുടിക്കാറുണ്ടായിരുന്നു, ഇന്നില്ല. ആദ്യം നിർത്തിയത് കാശിക്ക് വേണ്ടി. അവൻ എന്നെ കണ്ട് പഠിക്കരുത്. അതുപോലെ മദ്യലഹരിയിൽ സ്വന്തം മോളെ ഓർക്കാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യനെ ഓർമ്മ വന്നു. അതോടെ നിർത്തി. സമ്മതിക്കുന്നു. പക്ഷെ കടലാസിൽ എഴുതി വെക്കാൻ കാണിക്കുന്ന ധൈര്യം നേരിലും ആവാലോ. അത് താനെങ്ങനെ പ്രതികരിക്കുന്നോർത്തപ്പോ. എന്നിട്ടിപ്പോ പേടി മാറിയോ? ഒരു മാഷിങ്ങനെ പേടിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അറിയില്ല, ബട്ട്. എന്താ ആദ്യമായിട്ട് എൻ്റെ പ്രശ്നം? ആരാളുടെ കയ്യിലേക്ക് ഒരു പൊതി വെച്ച് കൊടുത്തു. തുറന്നു നോക്ക്. അവൾ പെട്ടെന്ന് തുറന്നു. ഒരു പുസ്തകമായിരുന്നത്. അതിന്റെ പേര് കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചിലൊരു പെടച്ചിൽ അനുഭവപ്പെട്ടു. ഗീതാഞ്ജലി. മാഗസിനുകളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ പുസ്തക രൂപത്തിൽ ആദ്യമായിട്ടാ. എൻ്റെ കഥകൾ ആർത്തിയോടെ തേടി നടന്ന് വായിച്ച ആൾക്ക് തന്നെ ഫസ്റ്റ് കോപ്പി തരണം തോന്നി. ആ പുഞ്ചിരിച്ചു. ഇത് നമ്മുടെ കഥയാണ്, അല്ല ജീവിതമാണ്. ഇതിലെല്ലാവരും ഉണ്ട്. വേദനിപ്പിച്ചവരും സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരും എല്ലാം. പണ്ട് എന്നെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച പ്രിയപ്പെട്ട വായനക്കാരിക്ക് ഞാനിത് സമർപ്പിക്കുന്നു. അവനവിടെ ഇരുച്ചുമ്മിലും കൈകൾ വെച്ചു. ഇനി പറ, ഗീതാഞ്ജലി ആദിത്യനെ പ്രണയിക്കുന്നുണ്ടോ? അവൾ ശിരസ് കുനിച്ചു. പിന്നെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉത്തരം വേണം നിർബന്ധമാണോ? ഞാൻ നിങ്ങളെ പ്രണയിച്ചിരുന്നു. ഒരിക്കൽ പോലും കാണാതെ, ശബ്ദം പോലും കേൾക്കാതെ. പിന്നീട് അതെൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ, അടുത്തറിഞ്ഞപ്പോൾ ആ ഇഷ്ടം വീണ്ടും തളിരിട്ടു.
എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ എൻ്റെ മോനോട് അടുപ്പം കാണിക്കുമ്പോഴൊക്കെ അത് പടർന്ന് പന്തലിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, ഒരുപാട്. എന്നിലെ ഭയം കൊണ്ടാണ് ഒഴിഞ്ഞു മാറിപ്പോയത്. അതെ, പ്രണയമാണ് ഗീതാഞ്ജലിക്ക് ആദിത്യനോട്. അത് പെട്ടെന്നുണ്ടായതല്ല, കാലങ്ങളായി അത് എന്നിൽ തന്നെയുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന ബോധം എന്നെ തടഞ്ഞതാ. നിങ്ങളുടെ കണ്ണുകളിലെ പ്രണയത്തെ അവഗണിച്ച് അതുകൊണ്ട് തന്നെയാണ്. ഇനിയും വേദനിക്കാൻ വയ്യാത്തതുകൊണ്ട്. ആദിത്യനെ ആൾക്ക് ചുറ്റും കൈകൾ കുരുത്തു. എൻ്റെ കഥകളിലെ നായകന്മാരെ പോലെ നല്ലവനൊന്നുമില്ല ഞാൻ. അപകർഷതാബോധം ചുമക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇനിയുള്ള കാലം ഞാനും കൂടെ കൂടിക്കോട്ടെ. ആളതിന് മറുപടി പറഞ്ഞില്ല. പക്ഷെ ആ ശരീരം ഞെട്ടിവിറക്കുന്നത് തേങ്ങൽ കടിച്ചമർത്തുന്നുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. അവൻ ഗീതാഞ്ജലിയുടെ മുഖം പിടിച്ചുയർത്തി നെറുകയിൽ ചുംബിച്ചു. എൻ്റെ റോൾ മോഡലകത്തുള്ള ആ മനുഷ്യനാ പ്രണയം എന്തെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ച്. അതുകൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും കരയിക്കില്ലെന്ന വാക്ക് മാത്രമേ തരാൻ കഴിയൂ. മരണം വരെ ഞാൻ എൻ്റെ ഗീതാഞ്ജലിയെ വേദനിപ്പിക്കില്ല. ചൂണ്ടുവിരലാൽ അവനവരുടെ കണ്ണുനീർ തുടച്ചു. ചാരുവടിയിൽ കത്തിച്ചു വെച്ച ചിരാതുകളുടെ വെളിച്ചത്തിൽ അവളുടെ മൂക്കുത്തിക്കല്ല് തിളങ്ങി. അതോടൊപ്പം ആ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ തെളിച്ചവൻ കണ്ടു. കാശിക്കുട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മോഹനൻ കാശിയുടെ മുമ്പിലിരുന്നു. എന്താ പൂപ്പ? ഇച്ചിരി സീരിയസ് ആണ്. ചോദിക്കുന്നേ. കാശിയുടെ അമ്മയെ എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ മോൻ്റെ അഭിപ്രായം? കാശി വാവിളിച്ചയാളെ നോക്കി. എന്താ, എന്തുപറ്റി? അമ്മയോട് പറഞ്ഞേക്കില്ലേട്ടോ, ചീത്ത വിളിക്കും. ഇതിനു മുമ്പ് ഇതുപോലെ പറഞ്ഞു വന്നവരേക്ക് അമ്മ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാശിക്ക് എതിർപ്പുണ്ടോ? അമ്മയുടെ കാര്യങ്ങൾ നോക്കിയെടുത്തേണ്ട കാശിയാണല്ലോ. അപ്പൊ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാ. അങ്ങനെ ചോദിച്ചാ? കാശി വിരൽ കടിച്ച ആലോചനയിൽ മുഴുകി. അതെന്താ, എൻ്റെ മോൻ അത്രയ്ക്ക് മോശമാണോ? അയ്യോ, അതുകൊണ്ടല്ല. അങ്കിള് സൂപ്പറാ. പിന്നെന്താ പ്രശ്നം? അങ്കിളിനെ ഞാൻ അച്ഛാന്ന് വിളിക്കേണ്ടി വരില്ലേ? അതിനെന്താടാ? എന്നെ അമ്മയെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച ആളല്ലേ എൻ്റെ അച്ഛൻ. അപ്പൊ ആ പേര് ഞാനെങ്ങനെ അങ്കിളിനെ വിളിക്കും? അങ്കിള് പാവാ. ആ വാക്കുകൾ മോഹനന്റെ ഹൃദയത്തിൽ തറച്ചു. പണ്ട് ആദിത്യന് ഇതേ ചിന്തയായിരുന്നു. അമ്മയുടെ അവസ്ഥ കാരണക്കാരനായ ഒരുത്തനെ വിളിക്കുന്ന പേര് എങ്ങനെ തന്നെ വിളിക്കുമെന്ന് ഇപ്പോൾ ഇതാ ചരിത്രം ആവർത്തിക്കുന്നു. മോഹനൻ കാശിയെ മടിയിലിരുത്തി. മോൻ എന്തെങ്കിലും അച്ഛ എന്ന് പൂർണ്ണ മനസ്സോടെ വിളിക്കാൻ പറ്റുമെങ്കിൽ അന്ന് മതി. അതുവരെ അങ്കിള് കാത്തിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവനില്ലേ തലയാട്ടി. അപ്പൊ നമ്മൾ കാരണന്മാര് ചേർന്ന് അവരുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നു. ഓക്കെ. മോഹനൻ അവന്റെ കവിളിൽ ഉമ്മവച്ചു. മാസങ്ങൾക്ക് ശേഷം മോഹനന്റെ നാട്ടിലെ അമ്പലത്തിൽ വെച്ച് ആദിത്യൻ ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലിയാർത്തി. കുറച്ചു പേർ മാത്രം പങ്കെടുത്ത ലളിതമായൊരു ചടങ്ങ്. ഗീതാഞ്ജലിയുടെ അമ്മയെ ഏട്ടനെയും ക്ഷണിച്ചെങ്കിലും അവർ വന്നില്ല. അവളുടെ ഭാഗത്തുനിന്ന് മുബീനയും കുടുംബവും നിഖിലും അവന്റെ ഭാര്യയും പിന്നെ അവൾ ജോലി ചെയ്തിരുന്ന ഷോപ്പിന്റെ ഓണർ മുനീറും നിസാമും അവിടുത്തെ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ആദിത്യന്റെ സഹപ്രവർത്തകരും ബ്രോക്കർ മണിയും ആ ചടങ്ങിൽ എത്തിച്ചേർന്നു. അന്നൊരു ജൂലൈ 17 ആ ദിവസം മോഹനൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. ആദിത്യന്റെയും ഗീതാഞ്ജലിയുടെയും പിറന്നാൾ. രണ്ടാൾക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത ദിനം. താൻ ജനിച്ചത് ആർക്കും സന്തോഷമില്ലാതെയാണെന്ന ബോധം ആദിത്യനെയും തന്റെ ജന്മദിനത്തിൽ അച്ഛൻ ആത്മഹത്യ ചെയ്ത് ഗീതാഞ്ജലിയെയും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ദിവസം ഏറ്റവും സന്തോഷമുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആ വേദന അവർക്ക് മറക്കാൻ കഴിയൂ. താലികെട്ടിന് ശേഷം ചെറിയൊരു സദ്യ. അതിഥികളോട് എന്തൊക്കെയോ പറഞ്ഞ് ആദിത്യൻ ചിരിക്കുന്നുണ്ട്. അവന്റെയും ഗീതാഞ്ജലിയുടെയും മധ്യത്തിൽ കാശി ഇരിക്കുന്നു. ചോറും കറികളും കുഴച്ച് ഉരുളകളാക്കി അവൻ കാശിയെ ഊട്ടുന്നുണ്ട്. ഇടയ്ക്കൊരു ഉരുള അവൻ ഗീതാഞ്ജലിക്ക് നേരെ നീട്ടി. അവൻ ചുറ്റും നോക്കി. പിന്നെ നാണത്തോടെ വാ തുറന്ന് സ്വീകരിച്ചു. ആ കാഴ്ച കണ്ട് നിൽക്കവേ എന്തിനോ മോഹനന്റെ മിഴികൾ നിറഞ്ഞു. അയാൾ നടന്ന അമ്പലത്തിനരികിലെ മരച്ചുവട്ടിൽ ചെന്നിരുന്നു. രാധു, നമ്മുടെ മോന് അവൻ ആഗ്രഹിച്ച അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ കിട്ടി. അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായി ഇന്ന് അവൻ. എനിക്ക് സ്നേഹിക്കാൻ നിന്നെ അവനെയും കിട്ടി. അതുപോലെ അവന് ഗീതമോളെയും കാശിയെയും. നാളെ ചിലപ്പോൾ കാശി ഇതുപോലെ ആയിരിക്കും. തികച്ചും അപരിചിതരായവരുടെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം സൃഷ്ടിച്ചവരാണ് ഞങ്ങളെന്ന് തോന്നുക. എനിക്ക് ഉറപ്പുണ്ട്, നാളെ ഒരിക്കൽ കാശിമോൻ അവൻ അച്ഛാന്ന് വിളിക്കും. ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടു വളർന്ന ഒരിക്കലും ഒരു പെണ്ണിൻ്റെയും കണ്ണീര് വീഴാൻ അവൻ സമ്മതിക്കില്ല. ശരീരത്തേക്കാൾ മനസ്സിനെ സ്നേഹിക്കാൻ അവനും കഴിയും. 2 തലമുറകളെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനമുണ്ട് രാധു. പക്ഷേ ഇതൊന്നും കാണാൻ നീ കൂടുതലല്ലോ എന്നൊരു സങ്കടം മാത്രം. ഒരു കാറ്റ് അയാളെ തഴുകി കടന്നുപോയി. കാശി മുബീനയുടെ മക്കളുടെ കൂടെ ഓടിക്കളിക്കുകയാണ്. ആദിത്യനും ഗീതാഞ്ജലി അമ്പലത്തിന്റെ മതിലിൽ ചാരി നിൽക്കുന്നു. ആളുടെ നെറ്റിയിൽ പടർന്ന സിന്ദൂരം ആദിത്യൻ ശ്രദ്ധാപൂർവം തുടക്കുന്ന കണ്ടപ്പോൾ മോഹനൻ പുഞ്ചിരിച്ചു. സ്നേഹപൂർണമായ ഒരു ജീവിതയാത്രയുടെ തുടക്കത്തിന് ആശംസകൾ അറിയിക്കുന്ന പോലെ അമ്പലത്തിനുള്ളിൽ നിന്നും പൂജക്കുള്ള ശംഖുനാഥം മുഴങ്ങി. ഈ കഥയുടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.